നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ ഈസി ആയിട്ടുള്ള ജീര റൈസാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് റൈസ് എടുത്ത് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കണം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ബിരിയാണി അരി, അതായത് ബാസ്മതി, ചെറിയ ബാസ്മതി ഇല്ലേ, അതാണ്. സാധാരണ നമുക്ക് വേണമെങ്കിൽ നീണ്ട ബാസ്മതി യൂസ് ചെയ്യാം. ഇതിപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളുടെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ, ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ കേരളത്തിൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നു നമ്മളുടെ ചെറിയ പരിമൽ പോലത്തെ ബാസ്മതി. സോക്ക് ചെയ്യാൻ വെക്കുക. ഒരു 15 to 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ അനുവദിക്കുക. നമ്മൾ ചോറ് വെക്കാനായിട്ട് അരി കുതിർത്ത് വെച്ച് വെള്ളം തിളച്ച് വരുമ്പോൾ കുറച്ച് വെള്ളം വെക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി നല്ലതുപോലെ 4 പ്രാവശ്യം കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെള്ളം കളഞ്ഞിട്ട് നല്ലതുപോലെ അരി കഴുകിയെടുത്തതൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്നിളക്കുക. ഒരു ജസ്റ്റ് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ചോറ് കുക്കായി കഴിയുമ്പോൾ അതിൽ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഒന്നിളക്കുക. ഉപ്പിടാതെയും ഇത് കുക്ക് ചെയ്യാം കേട്ടോ. ഉപ്പിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉപ്പിടുന്നത് അപ്പോൾ ചോറിലൊരു ഉപ്പ് രസം കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. ഉപ്പിടാതെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. 5 തൊട്ട് ഒരു 8 മിനിറ്റ് വരെ കുക്ക് ചെയ്യുമ്പോൾ നമുക്കിത് ക്ലിയറായിട്ട് കിട്ടും. ചിലപ്പോൾ വേവുള്ള അരിയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യേണ്ടി വരും. വേവില്ലാത്ത അരിയാണെങ്കിൽ ഒരു വിത്തിൻ 8 മിനിറ്റിനകം നല്ലതുപോലെ കുക്കായി കിട്ടും. ഓവറായിട്ട് അളയുകയോ കുക്കായി പോവുകയോ ചെയ്യരുത്. നമ്മുടെ റൈസ് ഇവിടെ കുക്കായിട്ടുണ്ട് നല്ലതുപോലെ. ഒന്ന് എടുത്ത് നോക്കുക. ഓവറായിട്ട് കുക്കായിട്ടില്ല, പക്ഷേ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഒട്ടാത്ത സ്റ്റിക്കാവാത്ത പരുവത്തിൽ തന്നെ എടുക്കണം. കംപ്ലീറ്റ് കുക്കായി. ഇതിന് നമ്മളിത് ഒന്ന് വെള്ളം ഡ്രെയിൻ ചെയ്യാനായിട്ട് ഒരു ഹോളുള്ള പാത്രത്തിലോട്ട് നമുക്ക് എടുത്ത് മാറ്റാം. ഒരു കടായി വെക്കുക. അതിനകത്തോട്ട് നമ്മളൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിട്ട് കൊടുക്കുക ഒരു 1 ടേബിൾ സ്പൂൺ. അവിടെ നെയ്യൊന്നും കഴിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ ഒരു 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഒരു 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. നല്ല ജീരകം. ഇതൊന്ന് സ്പ്ലിറ്റായി വരണം, ഒന്ന് പൊട്ടി വരണം കേട്ടോ. ജീരകം ഒന്ന് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഈ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരുപാട് റൈസ് ഉണ്ടാക്കുന്നില്ല, നമുക്ക് ആവശ്യമുള്ളത്ര റൈസ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഒന്ന് മിക്സ് ചെയ്യുക. റൈസിൽ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്താലും മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. കട്ട് ചെയ്ത കുറച്ച് ഫ്രഷ് കോറിയൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കുക. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ വളരെ ഈസി പീസി ആയിട്ടുള്ള ജീര റൈസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പിയാണ്. എങ്കിലും അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ, കുക്കിങ്ങൊക്കെ ലേൺ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ജീര റൈസിൻ്റെ കൂടെ ദാൽ ഫ്രൈയും മിക്സ് വേജുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മിക്സ് വേജ് റെസിപ്പി ഓൾറെഡി നേരത്തെ തന്നെ ഫസ്റ്റ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ദാൽ ഫ്രൈ, കുറേയേറെ ദാൽ ഫ്രൈ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള. അപ്പോൾ അതിൻ്റെ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
നിങ്ങളുടെ വിലയേറിയ കമൻസുകളും വ്യൂസുമാണ് ആവശ്യം. അപ്പോൾ കമൻസ് ചെയ്യാൻ മടിക്കരുത്, വീഡിയോസ് കാണാൻ മടിക്കരുത്. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്യുക, ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടാനായിട്ട്. Thank you so much for watching. Hey friends, hope everyone loves today's very easy, tasty, homely Jeera rice. Thank you so much for watching. Eat healthy, stay healthy. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. ഞാനൊരല്പം ദാൽ ഫ്രൈയും ഒരു ശകലം റൈസുമാണ് എടുത്തത്. മിക്സ് വേജിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ആഹാ, എമ്മിലിഷ്യസ്, ദ പെർഫെക്റ്റ് നോർത്ത് ഇന്ത്യൻ വെജ് മീൽ. വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കാണെങ്കിലും നമ്മൾ വെജ് കഴിക്കുന്ന ദിവസങ്ങളിലാണെങ്കിലും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് സിംപ്ലി ജീര റൈസും ദാൽ ഫ്രൈയും മിക്സ് വെജും. അല്ലെന്നുണ്ടെങ്കിൽ ഒള്ളി ദാൽ ഫ്രൈ ആണെങ്കിലും മതി, ഈസി ആയിട്ട് കഴിക്കാം, വേറെ കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.